ഇനി അത് തടഞ്ഞു വെച്ചാലോ എവിടെങ്കിലും മക്ബറയിലോ മക്കാമിലോ ഔലിയാക്കന്മാരത്ത് പോയി വാങ്ങിക്കൊണ്ടുവരാൻ പറ്റൂല. പടച്ചോൻ തടഞ്ഞ് തരണമെങ്കിൽ പടച്ചോനേക്കാളും കഴിവുള്ള ഒരാൾ വേണ്ടേ സുഹൃത്തുക്കളെ? അങ്ങനെ ഉണ്ട്. പടച്ചോൻ തടഞ്ഞൊരു കാര്യം തരണമെങ്കിൽ പടച്ചവനേക്കാളും കുതിരത്തുള്ള ഒരാൾ വേണ്ടേ? അങ്ങനെ ഒരാൾ ഇല്ലല്ലോ. പിന്നെ ആ ഓട്ടം വെറുതല്ലേ, ആ നേർച്ച വെറുതല്ലേ, ആ ഭണ്ഡാരപ്പെട്ടിലിട്ട പൈസ വെറുതല്ലേ, ആ ജാറം മൂടിയ തുണി വെറുതെ അല്ലേ സുഹൃത്തുക്കളെ? അള്ള തടഞ്ഞു വെച്ചത് വാങ്ങിത്തരാൻ കഴിയുന്നവരാണോ ആ മരണപ്പെട്ടു പോയ ദുർബലർ? വമാ യുംസികു ഫലാ മുർസില ലഹു. അള്ള തടഞ്ഞു വെച്ചതിനെ വിട്ടുതരുന്ന ആരുമില്ല. വഹുവൽ അസീസുൽ ഹക്കീം. അവൻ അഗാധജ്ഞനും പ്രതാപശാലിയുമാകുന്നു. അപ്പോൾ നമുക്ക് എന്തേ മാർഗമുള്ളൂ? കൊടുക്കും തടയും ഒക്കെ ചെയ്യണ പടച്ചുണ്ടല്ലോ, ആ പടച്ച തമ്പുരാനിലേക്ക് അടുക്കുക, അവനേറ്റവും പ്രിയപ്പെട്ടവനാവുക. നമ്മളെ പരസ്യത്തിലേക്കും രഹസ്യത്തിലേക്കും നോക്കിയാലും നമ്മൾ കുഴപ്പമില്ല എന്ന് അള്ളാഹ്ക്ക് തോന്നിയാൽ മതി. പിന്നെ വേറൊരു പ്രശ്നം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ആ അള്ളാഹുവിലേക്ക് അടുക്കല്ലാത്ത മറ്റൊരു പരിഹാരമാർഗം നമ്മുടെ മുന്നിൽ ഇല്ല എന്നാണ്.